ജൂൺ 19 നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ഷനും നമ്മുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് അവരുടെ പ്രതികരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വിജയസാധ്യത കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നമ്മുടെ LDF നേതാക്കളോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. തീർച്ചയായും നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജനസമ്മതിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് LDF ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ സഖാവ് സ്വരാജ് വിജയിക്കും. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലും കൂടിയാവും. വലിയ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കും. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakkara. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ LDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. LDF ഒറ്റക്കെട്ടായിട്ട് ഈ സ്ഥാനാർത്ഥിന്റെ ജയത്തിന് വേണ്ടി നാളെ മുതൽ പ്രവർത്തനം ഇന്ന് തന്നെ വളരെ ആവേശപൂർവ്വമാണ് പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിയെ ഏറ്റിട്ടുള്ളത്. നാളെ സ്ഥാനാർത്ഥി നിലമ്പൂര് എത്തുന്നതായിരിക്കും 10:30 ട്രെയിനിന്. അതോടുകൂടി ഞങ്ങളുടെ പര്യടനം തുടങ്ങുന്നതായിരിക്കും. 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് പ്രവാസി കോൺഗ്രസിലെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാനവാസിയാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു മുൻ MLA CPM-ന്റെ സ്വതന്ത്ര MLA രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ഭരണത്തിലുള്ള പിണറായി സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ ഒരു തിരിച്ചടി നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന് വന്നത്. നിലമ്പൂർ സംബന്ധിച്ച് അത് തക്കതായ ഒരു തിരിച്ചടി UDF-ന്റെ വിജയത്തിലൂടെ ജനങ്ങൾ തിരിച്ചു നൽകുന്ന എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്കറിയാം, സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പറഞ്ഞ ആ സമയത്ത് തന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. ഒരു അലോത്സരവുമില്ലാതെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ UDF വളരെ ഒറ്റക്കെട്ടായി, UDF-ൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു എതിർപ്പും ഇല്ലാതെ എല്ലാ നിലക്കും നല്ല രീതിയിലെ പ്രവർത്തനമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ പിണറായി സർക്കാരിന് ഈ 9 വർഷത്തെ ദുർഭരണത്തിനെതിരെ ഒരു തിരിച്ചടി നൽകാൻ നിലമ്പൂരിലെ ജനത സജ്ജമായിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് നിലമ്പൂർ ഏരിയ സെക്രട്ടറി മോഹനേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ചോളം ഏറ്റവും ഗൗരവത്തിൽ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു സവിശേഷത കൂടി ഇതിനുണ്ട്. ജനങ്ങൾ നൽകിയുള്ള അംഗീകാരം വലിച്ചെറിഞ്ഞുകൊണ്ട് UDF ക്യാമ്പിൽ അഭയം പ്രാപിച്ച അൻവറിന്റെ ഒരു നയത്തിന്റെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായി നേരിടാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പാർട്ടി എന്ന നിലക്ക്, മുന്നണി എന്ന നിലക്ക് എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി ഈ നിലമ്പൂരിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും. ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആവേശം ഈ നിലമ്പൂരുകാർക്കിടയിൽ ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതു മുതൽ നിലമ്പൂരിൽ ആഹ്വാനമില്ലാതെ തന്നെയുള്ള പ്രകടനങ്ങൾ
നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ആവർത്തിക്കും. ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഗൗരവത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. നമ്മളെ സ്ഥാനാർത്ഥി നാളെ 10:30 നിലമ്പൂർ എത്തിച്ചേരുകയാണ്. അതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഏറ്റവും ആവേശോജ്വലമായിട്ട് 10:30 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജിനെ സ്വീകരിച്ച് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തെ ഒരു വിളംബര ജാഥ നാളെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഞങ്ങൾ പ്രവർത്തകരെല്ലാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്നറിയാം. ഇത് ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മേലെ ആവശ്യമില്ലാതെ കെട്ടിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മളെ MLA അനവസരത്തിൽ രാജിവെച്ച് പോയതുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും. ഞങ്ങൾ ഉജ്ജ്വലമായ വിജയം നേടുന്ന തന്നെയാണ്. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakkara. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഓട്ടോ തൊഴിലാളി യൂണിയൻ STU ജില്ലാ വൈസ് പ്രസിഡന്റ് സൈദലവി കുന്നുമലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് എന്താണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു കേരളത്തിനെ വീണ്ടെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കാരണം ഇവിടെ പിണറായി വിജയന്റെ 9 വർഷത്തെ ദുർഭരണം, അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് ഇപ്പോൾ ഈ 9 വർഷമായിട്ട് നടക്കുന്നത്. പാവപ്പെട്ട അടിസ്ഥാന വർഗമായ പാവപ്പെട്ട തൊഴിലാളികൾക്കും അതുപോലെ തന്നെ വനിതകൾ, കുട്ടികളെല്ലാം വളരെ അടിയിലാണ്. ഓരോ കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാലും വനിതകളോടുള്ള ഇപ്പൊ നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടക്കുന്ന ആശ്വാസ സമരം, അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് വളരെയധികം ഈ പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ അതിലുള്ള നേതാക്കന്മാർ തന്നെ പിണറായിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഇതാണ്. പറയുന്നില്ല എന്നുള്ളത് അടിമ പോലെ കുറെ ആളുകൾ നമുക്കറിയാം. ഞാനൊരു ഓട്ടോ തൊഴിലാളി കൂടിയാണ്. നമുക്കറിയാം ഈ ഓട്ടോയിൽ കയറുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യമായിട്ട് പലതും കേട്ടിട്ടുണ്ട്. കുറച്ച് അല്ലാത്ത കുറെ അനുഭാവികളായ സഖാക്കൾ തന്നെ ഈ ഭരണത്തിന് വളരെയധികം മോശമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ആർക്കാവും വിജയ സാധ്യത എന്നാണ് പറഞ്ഞു വരുന്നത്? വിജയം എന്തായാലും UDF ഉണ്ടാവുള്ളൂ, ഉറപ്പാ. ഇപ്പൊ ഇവിടെ പുതിയ സ്ഥാനാർത്ഥിനെ ഇന്നിപ്പോ അവർ പ്രഖ്യാപിച്ചു. ഈ സ്വരാജ് ഇപ്പോൾ ഭയങ്കര കൊട്ടിഘോഷിക്കല നിലമ്പൂർക്കാരനാണ്. ഇതുവരെ ആർക്കും അറിയില്ല, സത്യത്തിന് എനിക്കും അറിയില്ലായിരുന്നു നിലമ്പൂർക്കാരൻ. അപ്പൊ ഇതിന്റെ മുന്നേ 1-2 വിഷയങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വരാജ് നിലമ്പൂർക്കാരനാണെന്ന് തന്നെ മനസ്സിലായത്. നമുക്കറിയാലോ ഇവിടെ ജനകീയമായ ഒരു പ്രശ്നത്തിനും ഇതുവരെ അദ്ദേഹം ഇടപെട്ടതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, പ്രളയമായാലും വളപ്പാറ ദുരന്തമായാലും ഏതൊരു പ്രശ്നത്തിലും ഈ സ്വരാജിന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഫ്ലക്സ്, ഇപ്പൊ അടുത്താണ് ഈ ഫ്ലക്സുകളൊക്കെ അവന്റെ ഫോട്ടോ വരെ തുടങ്ങിയത്. ഇപ്പൊ കുറച്ച് മുന്നായിട്ട് മൂവരെ ഫോട്ടോ ഒക്കെ ഫ്ലക്സുമ വരെ തുടങ്ങിയത്. അല്ലാതെ ഈ ജനകീയമായ ഒരു പ്രശ്നത്തിലും ഇതുവരെ സ്വരാജിനെ നിലമ്പൂർ മണ്ഡലത്തിൽ, നിലമ്പൂർക്കാരനാണ് ഇപ്പൊ ഞാനൊരു നിലമ്പൂർക്കാരനാണ്. എന്നെ അറിയുന്ന മാതിരിയൊക്കെ തന്നെ നിലമ്പൂർക്കാർ പൊതുവായിട്ടൊരു നേതാവ് ആയിട്ട് നമുക്ക് ഓരോ സഖാക്കൾക്ക് അല്ലെങ്കിൽ CPM-മാർക്ക് അറിയുന്നുള്ളതന്നെ പൊതുവെ അറിയില്ല. ഒരു ജനകീയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ഇടപെട്ടതായിട്ട്. 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം. ഇപ്പത്തെ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കാൻ പോവാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഉപതെരഞ്ഞെടുപ്പ് ചൊക്കിനെ അടിച്ചേൽപ്പിച്ചതാണ്. ഇത് അൻവറിന് ശക്തമായൊരു മറുപടി. അൻവർ ഈ മണ്ഡലത്തിൽ ഒന്നുമല്ല. പിന്നെ സ്വരാജ് LDF-ന്റെ സ്ഥാനാർത്ഥി ആയോടുകൂടി ചിത്രം മാറി. LDF UDF തമ്മിലാണ് മത്സരം. പിന്നെ SDPI BJP സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്നുണ്ട്, നിർത്തൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. എങ്കിലും നല്ല തീ പാറുന്നൊരു മത്സരം. നിലമ്പൂർ ഉപമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയൊരു മത്സരത്തിലേക്കാണ് ഈ 2 സ്ഥാനാർത്ഥികളോട് കൂടി വരാൻ പോകുന്നത്. കാരണം രണ്ടാളും നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഒരാൾ നിലമ്പൂർക്കാരന്, ഒരാൾ പോത്തല്ലാരന്. രണ്ടാളും നിലമ്പൂർക്കാരാണ്, നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ടാണ്. 2 യുവാക്കളാണ്. യുവാക്കൾ വെച്ചാൽ സ്വരാജ് ഒന്നും കൂടി യുവാവാണ്, ബാപ്പുട്ടിയും പരിചയസമം തന്നെയാണ്. പക്ഷേ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ വീറും വാശിയും നിറയൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. മഴ ഒരു വില്ലനായിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച പെരുന്നാള്, അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചരണം ചൂടാവും, യാതൊരു സംശയമില്ല. അത്ര വാശിയുള്ളൊരു മത്സരമാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ മുൻ MLA ആയിരുന്നല്ലോ അൻവർ.
അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിലൊക്കെ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ഭരണങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിങ്ങൾ തൃപ്തനാണോ? അതായത് അൻവർ ഇപ്പം ചെയ്ത രാഷ്ട്രീയ ആത്മഹത്യയാണ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി LDF നിൽക്കലായിരുന്നു. ഈ 9 വർഷത്തില് നല്ല വികസനം ഇവിടെ വന്നിട്ടുണ്ട്. LDF ഭരണത്തിൽ നല്ല വികസനം വന്നിട്ടുണ്ട്. എല്ലാതും പറയാൻ പറ്റില്ല. ബൈപ്പാസ്, അങ്ങാൾ ടൗൺ വികസനം, എടക്കര, മരുത, കരുളായ റോഡുകളൊക്കെ നല്ല വികസനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ അൻവർ ഇപ്പോഴത്തെ തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യയായി പോയി. അൻവർ സാറിന്റെ രാഷ്ട്രീയ ഭാവി LDF നിൽക്കലായിരുന്നു. ഇതിപ്പം ഒന്നുമില്ലാതെയായി പോയി. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാത്തൊരു ആളായി മാറി ഈ തീരുമാനത്തോടു കൂടി. അപ്പൊ നമ്മുടെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയതും ഒക്കെയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് ആര് ജയിക്കും എന്നുള്ളതിലൊക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ആളുകളിലേക്ക് പോവാം. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നിലമ്പൂരിലെ പൊതുപ്രവർത്തകനായിട്ടുള്ള കോയമാശാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. സ്വരാജ്യം കൂടി രംഗത്തുനിന്നോടുകൂടി ഇത് ശക്തിയേറിയ ഒരു മത്സരമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളം മൊത്തം നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ പരിമിതികളൊക്കെ നമുക്ക് മാറുന്നില്ല പ്രതീക്ഷിക്കാം. ഇതൊരു നല്ല അവസരമായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ കണ്ടെത്തട്ടെ. അതിന് നല്ല ശക്തമായ മത്സരം നടക്കട്ടെ. ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്, വിജയ സാധ്യത ആർക്കാവും കൂടുതൽ എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും ശക്തമാക്കിയ മത്സരമാണ്, അതേ പറയാൻ കഴിയും. അപ്പൊ നമ്മുടെ നിലമ്പൂര് വളരെ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായം ഇതൊക്കെയാണ്. അപ്പൊ നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. അപ്പൊ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ നിലമ്പൂരിലെ നമ്മുടെ ഓട്ടോ തൊഴിലാളികളോട് നമുക്ക് ചോദിക്കാം എന്താണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രതികരണം എന്നുള്ളത്. നിലമ്പൂർ LDF M സ്വരാജ് തന്നെ ജയിക്കും എന്നാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടായിരിക്കും മുൻ MLA ആയിരുന്ന അൻവർ ഭരണം ഒഴിയാൻ കാരണം? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഓന്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റാത്തതുകൊണ്ട് തെറ്റിപ്പോക്കാം, അല്ലാതെ ഒന്നല്ല. വികസനം നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഓന്റേതായ സ്വർണ്ണക്കടത്ത് മറ്റേ വർദ്ധ ഒക്കെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്തില്ല. നല്ല അപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ നമ്മുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മളിപ്പോ കേട്ടത്. അപ്പൊ ഇവര് ഉറച്ചു വിശ്വസിക്കുന്നത് LDF M സ്വരാജ് തന്നെ ജയിക്കും എന്നുള്ളതാണ്. അപ്പൊ താങ്ക് യു. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. രാജേട്ടനോട് എന്താണ് വരുന്ന ഇലക്ഷനെ കുറിച്ചുള്ളത് എന്ന് ചോദിക്കാം. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമില്ലാത്തൊരു ഇലക്ഷനായിരുന്നു. കാരണം ജനങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി 10 വർഷം ആയിട്ട് 9 വർഷത്തോളമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA നിസ്സാരന്തോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വഞ്ചിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഇപ്പോ എന്തോ ഭ്രാന്തി പിടിച്ച പോലെയാണ്. കാരണം UDF ചേരണം, മറ്റു ചേരണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 വർഷത്തെ ഭരണത്തിന്റെ വികസനം, ആ വികസനമാണ് നമ്മൾ നേരിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് CNG റോഡിന്റെ ഈ ടൗണില് വളരെ ഇടുങ്ങിയ ടൗൺ ആയിരുന്നു, അതും നന്നാക്കി. പിന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2000 കോടി രൂപയുടെ വികസനമാണ് നടത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇവിടെ നമ്മള് മാനവ സ്കൂള്, അതേപോലെ തന്നെ ഇവിടെ പാലങ്ങള്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങള്, നമ്മളെ ഹോസ്പിറ്റൽ വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അത് എല്ലാ മണ്ഡലത്തിലും ചെയ്തതുകൂടെ തന്നെ 10 വർഷം മുമ്പ് നമ്മളെ നിലമ്പൂര് എങ്ങനെയായിരുന്നു അതിന്റെ 40 ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്. സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകരം വെക്കാനുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം.
1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം. അപ്പൊ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കാൻ പോവുകയാണ്. ജൂൺ 23 ഫലപ്രഖ്യാപനം. ഈ ഒരു കാലയളവിൽ നമ്മുടെ പ്രധാന മുന്നണികള് നമ്മുടെ UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജും ഇവര് ഈ പ്രധാന മുന്നണികൾ വളരെ വീറും വാശിയോടും കൂടിയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്.